രാവിലെ എണീച്ച് റെഡി ആയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെയും നാഗുവിന്റെയും കൂടെ അയ്യച്ചാടി കോളേജിലേക്ക് പോകാനാണ് കേട്ടോ. നാഗുവിന് അവിടുത്തെ കോഴ്സുകളുടെ ഡീറ്റെയിൽസും പിന്നെ ഫീസൊക്കെ അറിയണം പറഞ്ഞു. അപ്പൊ അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ആസ് യൂഷ്വൽ ശ്രീലക്ഷ്മി 10 മണി പറഞ്ഞിട്ട് 10:30 എത്താൻ എത്തിയപ്പോ പിന്നെ ഞങ്ങൾ വേഗം സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ പോയപ്പോ നാഗു ലേറ്റ് ആയിരിക്കണം. ഞങ്ങൾ ചെന്നിട്ടാണ് നാഗു എത്തിയത്. പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ പോവാണെങ്കിൽ 5 മിനിറ്റ് ഉള്ളത് കാരണം വേഗം അയ്യച്ചാടി കോളേജിലെത്തിയപ്പോ അവർക്ക് 2 പേർക്ക് അവിടേക്ക് കയറാൻ പേടി. പിന്നെ എന്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നതായത് കാരണം അവളെ വിളിച്ച് ചോദിച്ചപ്പോ ഏത് ടീച്ചേഴ്സിന്റെ അടുത്താ ചോദിക്കേണ്ട എവിടേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് കേട്ടോ ഈ കോളേജിലേക്ക് വരുന്നത്. അങ്ങനെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീസൊക്കെ അറിഞ്ഞതിന് ശേഷം ശ്രീലക്ഷ്മിക്കാണെങ്കിലും എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കണം. ഇതിപ്പോ അവിടുത്തെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശ്രീലക്ഷ്മിയുടെ ടെൻഷൻ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവളുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നാഗു അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ടഫ് ലുക്കാണ് ഇപ്പൊ കണ്ടത്. ഇതിനുശേഷം ശ്രീലക്ഷ്മിക്ക് ലഡു വാങ്ങിക്കണം പറഞ്ഞു. +2 90% മാർക്ക് വാങ്ങിച്ചതല്ലേ. ഇതിനുശേഷം അവൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു പോയപ്പോൾ അവൾക്ക് എപ്പോൾ പോയാലും ഒന്നല്ലെങ്കിൽ മുട്ട പപ്സ് അല്ലെങ്കിൽ ബിരിയാണി, ഇത് മാത്രമേ അവൾക്ക് വേണ്ടുള്ളൂ. അങ്ങനെ പപ്സും ലൈമും കഴിച്ചിട്ട് നേരെ ഫാൻസിയിൽ പോയി അവൾക്ക് ട്യൂടെക്സ് വാങ്ങിക്കാൻ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു.